എല്ലാം ഒളിക്കും മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ഒന്നുകൂടി നമുക്ക് ഈ പാട്ട് പാടി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകം നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ. സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ. ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. മാംസരക്തങ്ങളെ നിന്റെ മാന്ത്രികാങ്കുലിയാൽ തൊടുമ്പോൾ ജീർണതയെല്ലാം ഒളിക്കും മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. Yeah.
Praise the Lord. സ്നേഹമുള്ളവരെയും ഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും വളരെയധികം ഹൃദയവേദനയും അതേസമയം ദൈവത്തോട് വലിയ നന്ദിയും പറയുന്ന ഒരു നിമിഷമാണിത്. കുറേ ദിവസങ്ങളായിട്ട് വളരെയധികം വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അധികം താമസിയാതെ നമ്മളെ പിരിയും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സ്നേഹമുള്ളവരെയും എങ്കിലും ഇത്ര വേഗം സംഭവിക്കുന്ന എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ അതേസമയം ദൈവത്തിന് 1000 നന്ദി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശുശ്രൂഷകളും ഓർബി എറ്റ് ഓർബി ലോകത്തോടും പട്ടണത്തോടുമുള്ള മാർപ്പാപ്പയുടെ സന്ദേശവും എല്ലാം മാർപ്പാപ്പ വളരെ ഈ സമയത്ത് നിർവഹിച്ചു. അതെല്ലാം നിർവഹിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ധൈര്യം പകർന്നുകൊണ്ടും പ്രത്യാശ പകർന്നുകൊണ്ടും കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളെ നയിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഉപകരണമായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ ഓർമ്മിക്കണം. മാർപ്പാപ്പയിലൂടെ സഭയ്ക്കും ലോകത്തിനും ദൈവം നൽകിയ വലിയ നന്മകളെ കുറിച്ച് നമുക്ക് നന്ദി പറയാം. എൻ്റെ മുമ്പിൽ ഇങ്ങനെ മാർപ്പാപ്പയുടെ വ്യത്യസ്ത പ്രബോധനങ്ങളുടെ ഒരു വലിയ പുസ്തക പരമ്പര തന്നെ കയ്യിലുണ്ട്. മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ തന്നെ എല്ലാം ആരംഭിക്കുന്നത് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സുവിശേഷത്തിൻ്റെ ആനന്ദം. ഇങ്ങനെ ഉള്ള പ്രബോധനങ്ങളാണ്. എന്നാൽ ഈ നിമിഷത്തിൽ മാർപ്പാപ്പ നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ വേർപിരിഞ്ഞ സമയത്ത് നമുക്ക് ആനന്ദിക്കാൻ തോന്നുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ ആ ശക്തി നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവപരിപാലന നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. ദൈവമേ, ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ സഭയ്ക്ക് നൽകിയ വലിയ ജ്ഞാനത്തെക്കുറിച്ചും മാർപ്പാപ്പയുടെ കരുണയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെക്കുറിച്ചും മാർപ്പാപ്പയുടെ ദരിദ്രരോടുള്ള സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തു കേന്ദ്രീകൃതമായ ദാരിദ്ര്യം പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായ ഫ്രാൻസിസ് അസീസിയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫ്രാൻസിസിൻ്റെ ജീവിത ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫ്രാൻസിസിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, എല്ലാത്തിലും ദൈവത്തിൻ്റെ ഉപസ്ഥിതിയെ പുകഴ്ത്തുന്ന ലൗദാത്ത സി, ദൈവത്തിന് സ്തുതി എന്ന് ആലപിക്കുന്ന മാർപ്പാപ്പയുടെ സന്ദേശങ്ങളെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച
സ്വാധീനിച്ച ഒരു മാർപ്പാപ്പയുള്ളത്. എല്ലാ മാർപ്പാപ്പന്മാരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങിയിട്ടും മാർപ്പാപ്പയുമായിട്ട് കുറേ സമയം സംസാരിക്കാനും ആ സംസാരിക്കുന്ന സമയത്ത് ലോകത്തിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ മാർപ്പാപ്പയ്ക്കുള്ളൂ എന്ന മട്ടിലാണ് സംസാരിച്ചത്. അതോടൊപ്പം മാർപ്പാപ്പ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സുവിശേഷ വേലയിൽ ഉണ്ടായ നിരവധിയായ അനുഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ തന്നെ പ്രബോധന പരമ്പര, മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങളുടെ പരമ്പര, മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളുടെ പരമ്പര, ഇതെല്ലാം നമുക്ക് പഠിച്ച് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കാൻ സാധിച്ചതിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ വളരെയധികം സഹായിച്ചു. ഈ അവസാന കാലങ്ങളിൽ ഉണ്ടായ മാർപ്പാപ്പയുടെ പ്രധാന പ്രബോധനങ്ങളാണ്: ഒന്ന്, ഹി ലവ്ഡ് us, ഡെലിസിറ്റ് നോസ് എന്ന ചാക്രിക ലേഖനം. മാർപ്പാപ്പയുടെ അവസാനത്തെ എൻസിക്ലിക്കൽ ലെറ്ററാണ് ഹി ലവ്ഡ് us, on human and divine love of the heart of Jesus. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും അറിയാൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഹി ലവ്ഡ് us. റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്, Who can separate us from this love of God? ആര് നിങ്ങളെ ഈ സ്നേഹത്തിൽ നിന്നകറ്റാൻ സാധിക്കും? ആര് നമ്മെ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൽ നിന്നകറ്റാൻ സാധിക്കും? നമുക്ക് ആ ഭാഗമൊന്ന് വായിക്കാം. റോമാക്കാർക്ക് ഇത് ലേഖനം 8:37. അതായിരുന്നു മാർപ്പാപ്പയുടെ ഡെലിസിറ്റ് നോസ് എന്ന ഹി ലവ്ഡ് us എന്ന ചാക്രിക ലേഖനത്തിൻ്റെ സാരാംശം, ആരംഭം. ഹി ലവ്ഡ് us. റോമർ 8:35 മുതൽ ഉള്ള വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെപ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം. ഹി ലവ്ഡ് us. നമ്മെ സ്നേഹിച്ചവൻ. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അവസാന ചാക്രിക ലേഖനത്തിൻ്റെ St. Paul could say this with certainty because Jesus himself had told his disciples, I have loved you. യോഹന്നാൻ 15:9-12. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 9-12 ഉദ്ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ അതിനെ സ്ഥാപിക്കുന്നത്. 15-ാം അധ്യായം
9-ാമത്തെ വചനത്തിൽ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. 9, 15, 12 ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. Even now the Lord says to us, I have called you friends. 15. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. His open heart has gone before us and waits for us unconditionally, asking only to offer us his love and friendship, for he loved us first. 1 യോഹന്നാൻ 4:10. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. Because of Jesus, we have come to know and believe in the love that God has for us. We have come to know and believe. 1 യോഹന്നാൻ 4:16. അങ്ങനെ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇതിലെ 62-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, the fathers of the church, opposing those who denied or downplayed the true humanity of Christ, insisted on the concrete and tangible reality of the Lord's human affections. ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രധാന ലക്ഷ്യം human and divine love of the heart of Jesus. ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈശോയ്ക്ക് ഒരേ സമയത്ത് മാനുഷികമായി സ്നേഹിക്കാം, ദൈവികമായി സ്നേഹിക്കാം. അതാണ് 62-ാമത്തെ ഖണ്ഡികയിൽ ഈ ചാക്രിക ലേഖനത്തിൽ പറയുന്നത്. ഇവിടെ 5 സഭാപിതാക്കന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. Saint Basil emphasized that the Lord's incarnation was not something fanciful and that the Lord possessed our natural affections. ഈശോ നമ്മുടെ മാനുഷികത മുഴുവനും ഉൾക്കൊണ്ടു. Saint John Chrysostom points to an example. Had he not possessed our nature, he would not have experienced sadness from time to time. നമ്മുടെ മാനുഷികത ഈശോ ഉൾക്കൊള്ളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദുഃഖം, ഈശോ ഇടയ്ക്കിടയ്ക്ക് ദുഃഖിച്ചിരുന്നു. അത് ഈശോയിൽ നമ്മുടെ മാനുഷികത ഉള്ളതുകൊണ്ടാണ്. Saint Ambrose stated that in taking a soul, he took on the passion of the soul. In taking a soul, ആത്മാവിനെ, ഈശോയുടെ ആത്മാവ്, he took on the passions of the soul. Saint Augustine, our human affections, which Christ assumed, are now open to the life of grace. Saint Augustine. The Lord Jesus assumed these affections of our human weaknesses as he did the flesh of our human weaknesses, not out of necessity but consciously and freely. ഈശോ നമ്മുടെ മനുഷ്യ അവസ്ഥയെ ഉൾക്കൊണ്ടു. നമ്മുടെ അധപ്പതിച്ച മനുഷ്യ അവസ്ഥയെ ഈശോ ഏറ്റെടുത്തു.
അങ്ങനെ ഏറ്റെടുത്തതിലൂടെയാണ് നമ്മുടെ ബലഹീനതകൾ അവൻ്റെ ബലഹീനതകളായി ഈശോ സ്വീകരിച്ചു. Saint John Damascene viewed the genuine affection shown by Christ in his humanity as proof that he assumed our nature in its entirety in order to redeem and transform it in its entirety. ഡമാസ്കസിലെ യോഹന്നാൻ എന്ന വലിയ സഭാപിതാവിൻ്റെ പ്രബോധനത്തെ ഉദ്ധരിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. He assumed our nature in its entirety in order to redeem and transform it in its entirety. ഞാനിതെല്ലാം ഉദ്ധരിക്കുന്നത് മാർപ്പാപ്പയെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് വെറും ഒരു എമോഷണലായിട്ടുള്ള ഒരു ഓർമ്മയല്ല. മാർപ്പാപ്പ നമുക്ക് നൽകിയ ഈ വലിയ ജ്ഞാനത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പയുടെ ഓരോ പ്രബോധനങ്ങളെയും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് അതിലൂടെ സഭയ്ക്കും നമ്മൾ വ്യക്തിപരമായിട്ടും ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനമായിട്ട് നമ്മൾ ഓർക്കണം. ഇതോടൊപ്പം ഈ ജൂബിലി വർഷമായിട്ട് മാർപ്പാപ്പ നൽകിയ സന്ദേശം, ഈ ജൂബിലി വർഷത്തിൻ്റെ സന്ദേശം ഇതായിരുന്നു: ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. ഹോപ്പ്, പ്രത്യാശ. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ്. ജൂബിലി വർഷത്തിൻ്റെ പ്രധാന ശീർഷകം ഇതാണ്: പ്രത്യാശ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭം മുതലേ പറയുന്ന ഒരാണ് പ്രത്യാശ. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെയും തന്നെ ശബ്ദവും ഇതുതന്നെയായിരുന്നു. അവർ നൽകിയ ആ പ്രബോധനങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരുന്നു എന്ന് മാത്രമല്ല, അത് ജനഹൃദയങ്ങളിലേക്ക്, ഓരോ മനുഷ്യരിലേക്കും, സാധാരണ മനുഷ്യരിലേക്ക്, ജയിലിൽ വസിക്കുന്നവരും ദരിദ്രരും പുറംപോക്കിലുള്ളവരും അങ്ങനെ സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിരിക്കുന്ന അവരിലേക്കെല്ലാം മാർപ്പാപ്പ ഇറങ്ങി വരികയായിരുന്നു. ശരിക്കും ഈശോയെപ്പോലെ തന്നെ ഈശോ പലസ്തീനിലെ തെരുവുകളിൽ ഗലീലി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. വിജാതീയരുടെ ഗലീലിയിലേക്കാണ് ഈശോ പോയത്. വിജാതീയരെയാണ് ഈശോ ആദ്യം സ്നേഹിച്ച് സൗഖ്യപ്പെടുത്തിയതെല്ലാം. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു, സെഞ്ചൂരിയൻ ശതാധിപന്റെ മൃത്യനെ സൗഖ്യപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം ഇതാണ്: പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അവിടെയാണ് ക്രിസ്തു ജീവിക്കുന്നത്. ക്രിസ്തീയതയുടെ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ചാൽ മാത്രം പോരാ,
ദരിദ്രനാകണം എന്നാണ്. ഒരു ദരിദ്രനാകണം. ഈശോ എല്ലാം തനിക്കുണ്ടായിരുന്നിട്ടും ഒരു ദരിദ്രനായി ജനിച്ചു എന്ന പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദരിദ്രനായി ജീവിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിത ശൈലിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ പൂർണ്ണമായി മാർപ്പാപ്പ സ്വീകരിച്ചു. അതോടൊപ്പം എല്ലാവർക്കും പ്രത്യാശ നൽകുന്നു, സമാധാനം നൽകുന്നു. എല്ലാവരുമായിട്ട് എല്ലാ ജാതി മതസ്ഥരും ഈശോയിൽ ഒരു ശരീരമാണ്. എല്ലാ ജാതി മതസ്ഥരും. എന്തുകൊണ്ടാണ് എല്ലാ ജാതി മതസ്ഥരും ഈശോയിലേക്ക് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഈശോയുടെ മനുഷ്യാവതാരത്തിൽ എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. ആ തത്വത്തെ മാർപ്പാപ്പ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അബുദാബിയിലെ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, ഈശോ പറഞ്ഞു, ബ്ലെസ്സഡ് ആർ യു, നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത്, നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ്. ബ്ലെസ്സഡ് ആർ യു. ഹി ഡിഡ് നോട്ട് സേ യു വിൽ ബി ബ്ലെസ്സഡ്. ഇതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വാക്കാണ്. ഞാൻ 10-25 വർഷമായിട്ട് 30 വർഷത്തിലധികമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നെങ്കിലും ഇങ്ങനെ ഒരാശയം എനിക്ക് പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞതാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, യു ആർ ബ്ലെസ്സഡ്. നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹീതരാകുന്നു എന്നർത്ഥത്തിലാണ് മാർപ്പാപ്പയുടെ ആ ഉൾക്കാഴ്ചയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഉൾക്കാഴ്ചയെ മനസ്സിലാക്കേണ്ടത് മനുഷ്യാവതാരത്തിലൂടെ തന്നെ. മലമുകളിൽ നിൽക്കുന്ന ഈശോ എല്ലാ മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ പാപികളെയും തൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ മലമുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹീതർ. ഇതാ ദൈവം മനുഷ്യനായിരിക്കുന്നു. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ പ്രത്യാശയുടെ പ്രധാന കാരണം. നമുക്ക് പ്രത്യാശ തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ്, കർത്താവിൻ്റെ ശരീരത്തിൽ നാം എല്ലാവരും ഉണ്ട്. ദ ബുൾ, ജൂബിലിയുടെ ബുൾ ഇറങ്ങിയപ്പോൾ അതിലെ പ്രധാന ശീർഷകം ഇതാണ്, hope does not disappoint us. In the spirit of hope, Apostle Paul addressed these words of encouragement. ഇനി മറ്റൊരു പ്രബോധനം, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്നുള്ള പ്രബോധനം. അതിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ്. അതിലെ 3-ാം അധ്യായം മുഴുവനും മലയിലെ പ്രസംഗത്തെ ബിയാറ്റിറ്റ്യൂഡ്, സുവിശേഷ ഭാഗ്യങ്ങളാണ്. ആ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച്, ഓരോ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചും വിശദമായി ചെറിയ ഒരു പ്രബോധനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലാദ്യം നൽകിയിരിക്കുന്ന ഇതാണ്, സുവിശേഷ ഭാഗ്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി കാർഡ്. ഗൗഡേറ്റെ എക്സുൾട്ടാറ്റെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. ഗൗഡേറ്റെ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 3-ാം അധ്യായം, ഒരു നല്ല ക്രിസ്ത്യാനിയാകുവാൻ എന്ത് ചെയ്യണം എന്നാരെങ്കിലും ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്.
ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. 10 പ്രമാണങ്ങളുടെ സ്ഥാനത്ത്, മോശ മലമുകളിൽ നിന്ന് നൽകിയ 10 പ്രമാണങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു 10 പ്രമാണം യേശു ഇതാ മലമുകളിൽ നിന്ന് നമുക്ക് നൽകുകയാണ്. യേശു മലമുകളിൽ നിന്ന് നൽകിയ 10 പ്രമാണങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ. ഈ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ്, ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി കാർഡ്. ഒരു ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡ്, മലയാളത്തിലാണ് തിരിച്ചറിയൽ കാർഡ്. നമുക്ക് ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ് എന്നെല്ലാം പറയില്ലേ, തിരിച്ചറിയൽ കാർഡ്. ഇതൊരു ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡ് പോലെയാണ്. അതുപോലെ ഇതിലെ മറ്റൊരു പ്രധാന പ്രബോധനമാണ് 52-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന പലപ്പോഴും അവഗണിക്കപ്പെടുന്ന സഭാപ്രബോധനങ്ങൾ. ഗൗഡേറ്റെ എക്സുൾട്ടാറ്റെ 52. നമ്മുടെ സ്വന്തം പ്രവൃത്തികളോ പരിശ്രമങ്ങളോ കൊണ്ടല്ല, പ്രത്യുത എപ്പോഴും മുൻകൈ എടുക്കുന്ന കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നാം നീതീകരിക്കപ്പെടുന്നതെന്ന് തിരുസഭ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന് മുമ്പ് തന്നെ സഭാപിതാക്കന്മാർ ഈ മൗലിക വിശ്വാസം സ്പഷ്ടമായി പ്രകടമാക്കിയിട്ടുണ്ട്. നാം പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ എല്ലാ ദാനങ്ങളുടെയും ഉറവിടം ദൈവം നമ്മിലേക്ക് ചൊരിയുന്നതായി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു. വിശ്വാസികൾ മഹത്വപ്പെടുന്നത് ദൈവത്തിൽ മാത്രമാണെന്നും, എന്തെന്നാൽ അവർക്ക് യഥാർത്ഥ നീതിയുടെ അഭാവമുണ്ടെന്നും, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് അവർ നീതീകരിക്കപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കുന്നുവെന്ന് മഹാനായ വിശുദ്ധ ബേസിൽ അഭിപ്രായപ്പെട്ടു. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഒരു പ്രബോധനം ഇറക്കുകയല്ല, സഭയുടെ ആദിമകാലം മുതലുള്ള പ്രബോധനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രബോധനം സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ ബേസിൽ ഇങ്ങനെയുള്ളവരിൽ നിന്നും അവരുടെ പ്രബോധനത്തെ സഭ ആദിമകാലം മുതൽ പ്രബോധിപ്പിക്കുന്നതാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ആരും അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന സഭാപ്രബോധനങ്ങൾ. 53-ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായി പ്രഘോഷിക്കുന്നു, മാനുഷികമായ ഒന്നിനും ദൈവ കൃപയുടെ ദാനം ആവശ്യപ്പെടാനോ അർഹതപ്പെടാനോ വാങ്ങാനോ കഴിയുകയില്ലെന്നും, അതുമായുള്ള എല്ലാ സഹകരണവും അതേ കൃപയുടെ മുൻകൂട്ടിയുള്ള ഒരു ദാനമാണെന്നും ഓറഞ്ചിലെ 2-ാം സിനഡ് ദൃഢമായി ആധികാരത്തോടുകൂടി പഠിപ്പിച്ചു. ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പോലും നമ്മിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലും പ്രവർത്തനത്തിലും കൂടെയാണ്. ശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പോലും, അതായത് ഒരാൾ മാനസാന്തരപ്പെടണമെങ്കിൽ ആ മാനസാന്തരപ്പെടാനുള്ള, ആ പശ്ചാത്തപിക്കാനുള്ള ആഗ്രഹം പോലും പരിശുദ്ധാത്മാവിലൂടെയും കൃപയിലൂടെയുമാണ് വരുന്നത്. പിന്നീട് തെന്ത്രോസ് സൂനകദോസ് ആത്മീയ വളർച്ചയ്ക്കുള്ള നമ്മുടെ സഹകരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് സൈദ്ധാന്തികമായി ആ പ്രബോധനം ദൃഢമായി ആവർത്തിച്ച് പ്രസ്താവിച്ചു. സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. എന്തെന്നാൽ നീതീകരണത്തിന് മുമ്പുള്ള യാതൊന്നും, വിശ്വാസമോ പ്രവൃത്തികളോ,
നീതീകരണത്തിൻ്റെ കൃപയ്ക്ക് അർഹമല്ല. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അത് കൃപയാൽ അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. റോമ 11:6. അടുത്ത പാരഗ്രാഫിൽ കാറ്റക്കിസം ഉദ്ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഇവിടെ പഠിപ്പിക്കുന്നത്. കൃപയുടെ ദാനം മാനുഷിക ബുദ്ധിയുടെയും മനസ്സിൻ്റെ ശക്തിയെയും അതിശയിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ഫ്രീ വിൽ, ആ ഫ്രീ വില്ലിനെ പോലും കൃപയ്ക്ക് രൂപാന്തരപ്പെടുത്താം. ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഒരു യോഗ്യതയ്ക്കും കർശനമായ അവകാശമില്ല എന്നും ദൈവത്തിനും മനുഷ്യനുമിടയിൽ അളക്കാനാവാത്ത ഒരു അസമത്വമുണ്ട്. കാറ്റക്കിസം 2007. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അവിടുത്തെ സൗഹൃദം അനന്തമായി നമുക്ക് അതീതമാണ്. അവിടുത്തെ സൗഹൃദം അനന്തമായി നമുക്ക് അതീതമാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്കത് വാങ്ങാൻ കഴിയുകയില്ല. അവിടുത്തെ സ്നേഹപൂർണമായ പ്രേരണയിൽ നിന്ന് ജനിക്കുന്ന ഒരു ദാനമാകാൻ മാത്രമേ അതിന് സാധിക്കൂ. സ്നേഹമുള്ളവരെ, ഈ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോലിക പ്രബോധനം വളരെ ശ്രേഷ്ഠമായ ഒരു സഭാപ്രബോധനമാണ്. ഇനിയും ഇത് വായിക്കാത്തവർ ഇത് വായിക്കണം. ഇതിൻ്റെ മലയാളം PDF കോപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാവുന്നതാണ്. ഈ കാലയളവിൽ മാർപ്പാപ്പയോടുള്ള ബഹുമാനത്തിൻ്റെ പേരിലും മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളെ പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾ നമ്മൾ സ്വന്തമാക്കണം, മലയാളത്തിലും. ഇനി അടുത്ത് എനിക്ക് കാണിക്കാനുള്ളത് ക്രിസ്തു ജീവിക്കുന്നു. ഇന്നേ വരെ ഒരു മാർപ്പാപ്പയും യുവതീ-യുവാക്കൾക്ക് വേണ്ടി ഒരു പ്രമാണരേഖ ഇറക്കിയിട്ടില്ല. 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് യുവതീ-യുവാക്കൾക്ക് വേണ്ടി ഒരു സിനഡ് പ്രഖ്യാപിക്കുകയും ആ സിനഡിൽ വർഷങ്ങളോളം ചെലവെടുത്ത് യുവതീ-യുവാക്കളുടെ റെപ്രസെൻറ്റേഷനോട് കൂടി വലിയ ഒരു അവരുടെ ജീവിതങ്ങളെ പഠിച്ച് എങ്ങനെ യുവതീ-യുവാക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സഹായിക്കണം എന്ന വളരെ കൃത്യമായ പ്രബോധനം എഴുതിയിട്ടുള്ള ഒന്നാണ് ക്രിസ്തുസ് വിവിധ്, ക്രിസ്തു ജീവിക്കുന്നു എന്ന മാർപ്പാപ്പയുടെ പ്രബോധനം. അതിൻ്റെ ആദ്യത്തെ 2 പാരഗ്രാഫ് തന്നെ വളരെ ശക്തമായ പ്രബോധനമാണ്. ക്രിസ്തു ജീവിക്കുന്നു, അവിടെ നിന്നാണ് നമ്മുടെ പ്രത്യാശ. അത്ഭുതകരമായ രീതിയിൽ ലോകത്തിന് അവിടുന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും അവിടുന്ന് സ്പർശിക്കുന്നതെല്ലാം ചെറുപ്പവും പുതുമയുള്ളതും ജീവസുറ്റതുമാകുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ ക്രൈസ്തവ യുവജനങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഇവയാണ്. ക്രിസ്തു ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. താങ്ക് യു ട്രെസൻ. അവിടുന്ന് നിന്നിലുണ്ട്, നിന്നോടൊപ്പമുണ്ട്. അവിടുന്ന് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും ഉദ്ധിതനായവൻ എപ്പോഴും അവിടെയുണ്ട്. അവിടുന്ന് നിന്നെ വിളിക്കുന്നു. അവിടുന്നിലേക്ക് പിന്തിരിഞ്ഞ് വീണ്ടും ആരംഭിക്കാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. ദുഃഖത്താലോ വൈഷമ്യത്താലോ ഭയത്താലോ സംശയത്താലോ പരാജയത്താലോ നീ വയസ്സനായിപ്പോയി എന്ന് തോന്നുമ്പോഴും നിന്റെ ശക്തിയും നിന്റെ പ്രത്യാശയും വീണ്ടെടുക്കുവാൻ അവിടുന്ന് എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. ക്രിസ്തുസ് വിവിധ്. ഈ അപ്പസ്തോലിക പ്രബോധനം ഓരോ വിശ്വാസിയും വായിച്ച് പഠിക്കേണ്ടതാണ്. ഓരോ യുവതി യുവാക്കളും വായിച്ച് പഠിക്കേണ്ടതാണ്.
അത്രയ്ക്ക് ലളിതമായ ഭാഷയിലാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം, അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇതിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പഴയ നിയമത്തിലെ യുവജനങ്ങളെ ഗിദെയോൻ, സാമുവൽ, ദാവീദ്, സോളമൻ, വിദേശ സൈന്യാധിപനായ നാമാന്റെ രോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ദാസിയായ ഒരു യഹൂദ പെൺകുട്ടി, ഇതെല്ലാം പഴയ നിയമത്തിലെ യുവാക്കളാണ്. അവരെല്ലാവരും യുവാക്കളായിരിക്കെയാണ് കർത്താവ് വിളിച്ചത്. പുതിയ നിയമത്തിൽ ഈശോയുടെ ഉപമ, ഇളയ മകൻ, പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ. നിത്യ യൗവനത്തിനുടമയായ ഈശോ തന്നെ 13 യുവജനങ്ങളെ അവഗണനയോടെ നോക്കുന്നവരോ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മനോഭാവമുള്ളവരോ ആയ മുതിർന്നവരെ ഈശോയ്ക്ക് ആവശ്യമില്ല എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതിനെ വിപരീതമായി അവിടെ നൂന്നി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയാകണം. ലൂക്ക 22:26. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയാകണം. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പ്രായം ആനുകൂല്യങ്ങൾക്ക് ആധാരമല്ല. ചെറുപ്പമായിരിക്കുക എന്നത് മഹാത്മ്യക്കുറവായോ മേന്മക്കുറവായോ കണക്കേണ്ടതില്ല. ഇതിൽ വളരെ മനോഹരമായി ലളിതമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ കാർലോ അക്വിറ്റോസിൻ്റെ ഒരു പ്രബോധനം ഇതിൽ ചേർത്തിട്ടുണ്ട്. കാർലോ അക്വിറ്റോസ് ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോവുകയാണ്. കാർലോ അക്വിറ്റോസ് എല്ലാ സമ്പർക്ക മാധ്യമങ്ങളിലും വളരെ സജീവമായിരുന്ന കാർലോ 106-ാമത്തെ പാരഗ്രാഫാണ്. കാർലോ അതിൻ്റെ കെണിയിൽ വീണില്ല. ധാരാളം യുവജനങ്ങൾ വ്യത്യസ്തരായിരിക്കാൻ ആഗ്രഹിച്ചാണെങ്കിലും വാസ്തവത്തിൽ മറ്റുള്ളവരെ പോലെ ആയിത്തീരുന്നതും. അതിൻ്റെ അവസാനം പറയുകയാണ്, കാർലോ പറഞ്ഞു 106-ാമത്തെ ഖണ്ഡിക, ഓരോരുത്തരും ഒരു ഒറിജിനൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ വളരെ ആളുകൾ ഒരു ഫോട്ടോ കോപ്പിയായി മരിച്ചു പോകുന്നു. കാർലോ അക്വിറ്റോസിനെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഈ അടുത്ത് കാർലോ അക്വിറ്റോസ് വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയാണ്. ഇങ്ങനെ ഈ പ്രബോധനത്തിൻ്റെ അവസാനത്തിൽ യുവാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദൈവവിളി എന്താണെന്നും അതിനെ വിവേചിക്കുന്നത് എന്താണെന്നും എല്ലാം വിശദമായി ലളിതമായി പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെയും, വളരെ പ്രസിദ്ധമായ മറ്റൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡൽ വേ. എന്താണ് സിനഡൽ വേ? സഭ ഒരു ക്ലറിക്കൽ ഓർഗനൈസേഷൻ അല്ല. സഭ ദൈവജനമാണ്. ദൈവജനമാണ് സഭ. അതുകൊണ്ട് മാർപ്പാപ്പയും കർദിനാളന്മാരും ബിഷപ്പുമാരും വൈദികരും മാത്രമല്ല, സാധാരണ ജനങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കണം. സിനഡൽ വേയുടെ ആരംഭത്തിൽ മാർപ്പാപ്പ നൽകിയ പ്രബോധനം ഞാൻ ഓർക്കുന്നു. അതിൽ 2 പേരെ മാർപ്പാപ്പ ഉദ്ധരിച്ചിരിക്കുന്നത് മനോഹരമാണ്. ഒന്ന്, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 10-ാം അധ്യായത്തിലുള്ള കൊർണേലിയൂസ് ഒരു ക്രിസ്ത്യാനി പോലുമല്ലായിരുന്നു. പക്ഷേ സഭയിൽ നിർണായകമായ ഒരു സംഭവവികാസം നടന്നത് കൊർണേലിയൂസിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. മാർപ്പാപ്പയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും, അങ്ങനെയാണ് പത്രോസിന് സന്ദേശം അയച്ചുകൊണ്ട് പത്രോസ് കൊർണേലിയൂസിന്റെ വീട്ടിൽ വരുന്നു. അതാണ് സിനഡൽ വേ. കൊർണേലിയൂസിനോട് പറഞ്ഞത് കേൾക്കുന്നു.
കൊർണേലിയോസ് ഒരു വിജാതീയനാണ്. കൊർണേലിയോസിന്റെ വീട്ടിൽ മാർപ്പാപ്പ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർണേലിയോസും ഭവനത്തിലുള്ള വിജാതീയർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. പത്രോസ് മാർപ്പാപ്പ പറയുകയാണ്, ദൈവം വിജാതീയരോടും യഹൂദരോടും ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല. അത് സഭയുടെ ഈ വികസനത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. എന്നപോലെ യേശു നേരിട്ട് ഒരു സമരിയാക്കാരിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ആ സമരിയാക്കാരിയെ വെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചുവെങ്കിലും ഈശോ അവളോട് അടുത്ത് നിന്ന് അവളോട് സംസാരിക്കുന്നു, അവളൊരു ഡയലോഗ് ചെയ്യുന്നു. ആ ഡയലോഗിൻ്റെ അവസാനത്തിൽ ഇതാ അവൾ മനസ്സിലാക്കുന്നു, രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണെന്നും അവനാണ് ലോകരക്ഷകനെന്നും. അങ്ങനെ ആ രക്ഷയുടെ അനുഭവം സ്വീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ സുവിശേഷവൽക്കരണം ആരംഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരിലൂടെ ഈശോ ചെയ്ത കാര്യങ്ങളാണ്. സിനഡൽ വേ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ശ്രമിക്കണം എന്നാണ് മാർപ്പാപ്പ പഠിപ്പിച്ചത്. അങ്ങനെ നീണ്ട 3-4 വർഷങ്ങൾ എടുത്തു. അതിൻ്റെ അവസാനത്തിൽ മാർപ്പാപ്പ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം ഇരുന്ന് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ വിവേചിക്കുകയും അങ്ങനെ ആ സിനഡിൻ്റെ ഡോക്യുമെൻ്റ് രൂപപ്പെടുകയും ചെയ്തു. ആ ഡോക്യുമെൻ്റ് മാർപ്പാപ്പ മാറ്റിയില്ല. അത് പരിശുദ്ധാത്മാവ് സാധാരണ മനുഷ്യരിലൂടെ സംസാരിച്ചതാണ്. ഞാനാരാ അത് മാറ്റാൻ? സ്നേഹമുള്ളവരെ, ഇത് ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് മെത്രാനച്ചനിലൂടെയും വൈദികരിലൂടെയും ധ്യാനഗുരുക്കന്മാരിലൂടെയും മാത്രമല്ല സാധാരണക്കാരിലൂടെ സംസാരിക്കും എന്നതാണ് ഈ സിനഡൽ വേയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ച വലിയ ഒരു രഹസ്യം. അതുകൊണ്ട് സാധാരണക്കാരായ നമുക്കെല്ലാവർക്കും മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ശ്രവിക്കാൻ സമയം കണ്ടെത്തണം, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ശ്രവിക്കുമ്പോൾ അത് സംഭവിക്കും. സ്നേഹമുള്ളവരെ, ഒരുപാട് വികാരഭരിതനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഭയങ്കരമായ നന്ദി ദൈവത്തോട് ഉണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ പ്രത്യാശയോടെ ഇനി വരാൻ പോകുന്ന പുതിയ മാർപ്പാപ്പ നമ്മളൊട്ടും നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഈ സഭയെ അടുത്ത മാർപ്പാപ്പയിലൂടെ നയിക്കുമെന്ന പ്രത്യാശയിൽ നമ്മളുണ്ടാവണം, പ്രത്യാശയുള്ളവരായിരിക്കണം. നമുക്ക് ആ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മാർപ്പാപ്പയോടുള്ള ബഹുമാനാർത്ഥം നിങ്ങൾ മാർപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു അപ്പസ്തോലിക പ്രബോധനം അതിൻ്റെ കുറച്ച് താളുകൾ വായിക്കണം. ആ പ്രബോധനം ആർക്കെങ്കിലും കയ്യിലില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അങ്ങനെ നമ്മൾ കുറച്ച് പേരെങ്കിലും സഭയുടെ വളർച്ചയ്ക്കും സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഈ വലിയ സമ്മാനത്തെ ആനന്ദിച്ച് സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു പ്രമാണരേഖ കുറച്ച് പേജുകൾ വായിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമാണ്. ഞാൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ
വളരെയധികം സ്നേഹിക്കുകയും അത് പ്രഘോഷിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എനിക്ക് മാർപ്പാപ്പയുടെ ഹൃദയവുമായിട്ട് വലിയ ഒരു ഐക്യമാണ്. തീർച്ചയായിട്ടും മാർപ്പാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നമ്മൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ അത്രയധികം വാത്സല്യത്തോടെ സ്വീകരിക്കുകയും മാർപ്പാപ്പയെ ബഹുമാനിക്കുകയും മാർപ്പാപ്പയെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇത് മറ്റുള്ളവർക്കെല്ലാവർക്കും മാതൃകയാകട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയെ അവഹേളിക്കുകയും മാർപ്പാപ്പയെക്കുറിച്ച് തെറ്റായ പ്രബോധനങ്ങൾ ഇറക്കുകയും ചെയ്യുന്നവരോട് കർത്താവെ ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. വരുവിൻ നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഉടനെ തന്നെ ആരംഭിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ കുറച്ച് പേര് അതിൽ കയറുന്നത് നല്ലതാണ്. നമുക്കൊരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കാം. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നയിക്കുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം തരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അത് നമുക്ക് നാളെ ഉയർപ്പ് തിരുനാളിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു നീണ്ട ഹല്ലേലൂയ പാടിക്കൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു മെനി. താങ്ക് യു പ്രിൻസി. നമ്മൾ ദൈവത്തിന് നിരന്തരം നന്ദി പറയുകയും നേരത്തെ പറഞ്ഞ പോലെ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ പഠിക്കാൻ ഉത്സുകരാകുക. ഗോഡ് ബ്ലെസ് യു. ഉടനെ തന്നെ ഇംഗ്ലീഷിലേക്ക് പ്രവേശിക്കുകയാണ്. താങ്ക് യു.